സൂഫിസം സുപരിചിതമായ പദമാണ്. ആധുനിക ലോകത്തും പല രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ആശയമാണ്. അതോടൊപ്പം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും വ്യാപകമായി മിസ്റെപ്രസെന്റ് ചെയ്യപ്പെടുകയും കൂടി ചെയ്യുന്നുണ്ട് സൂഫിസം. സൂഫിസത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതിനെ കൃത്യതയോടെ മനസ്സിലാക്കാൻ ആദ്യം വേണ്ടത് സൂഫിസത്തെക്കുറിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് നെല്ലും പതിരും വേർതിരിക്കുക എന്നതാണ്. സൂഫിസത്തെക്കുറിച്ച് ഗൂഗിളിലും ChatGPTയിലും പ്രചരിക്കുന്ന പൊതുധാരണകളിൽ നിറയുന്ന പൊള്ളയായ ആശയങ്ങളെ നോക്കുകയാണ് നാം. സൂഫിസം എന്തല്ല എന്നതാണ് അന്വേഷണ വിഷയം. വ്യാപകമായി നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെ 3 തലക്കെട്ടുകളിൽ പരിശോധിക്കുകയാണ്. അദബ് ടോക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏതൊന്നിനെക്കുറിച്ചുമുള്ള നമ്മുടെ ജഡ്ജ്മെന്റിനെ എപ്പോഴും സ്വാധീനിക്കുക അതിനെക്കുറിച്ച ഇമേജുകളാണ്. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, സൂഫി എന്ന് ടൈപ്പ് ചെയ്യുക. അത് കാണിച്ചു തരുന്ന ഇമേജുകളെ നോക്കുക. കറങ്ങുന്ന ദർവീഷുകൾ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഫക്കീർമാർ, ലോകത്തോട് വിരക്തരായവർ, ദുർബലരായ ഭിക്ഷാംദേഹികൾ, ഇത്തരത്തിൽ സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെട്ട ഇമേജുകളാണ് നാം മിക്കവാറും കാണുക. അതായത് സമൂഹത്തോടോ ജീവിതത്തോട് തന്നെയോ താല്പര്യവും ഉത്തരവാദിത്വവും ഇല്ലാത്ത പാട്ടുപാടി അലഞ്ഞു തിരിയുന്നവർ, ദുർബലരായ അരികുകളിൽ ജീവിക്കുന്ന പാപങ്ങൾ. ഇതൊക്കെയാണ് സൂഫിസം എന്നാണ് പെട്ടെന്ന് നമുക്ക് തോന്നുക. യഥാർത്ഥത്തിൽ അതാണോ സൂഫിസം? ഇസ്ലാമിക ചരിത്രത്തിലൂടെ ഒന്ന് വിഹക വീക്ഷണം നടത്തിയാൽ തന്നെ എളുപ്പത്തിൽ തകർന്നു പോകാവുന്ന മിസ്കൺസെപ്ഷൻസ് ആണ് ഇത്. നാം കാണുക ദരിദ്രരും അരികുവൽക്കരിക്കപ്പെട്ടവരുമായ ഭിക്ഷാംദേഹികളെ അല്ല, കച്ചവടക്കാർ, യോദ്ധാക്കൾ, ചിന്തകർ, സാമ്രാജ്യ സ്ഥാപകർ, അങ്ങനെയുള്ളവരെയാണ്. ആധുനിക പൂർവ്വകാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായ സഫാവിദ് എംപയർ സ്ഥാപിച്ചത് തന്നെ സൂഫികളാണ്. ഓട്ടോമൻ മുഗൾ സാമ്രാജ്യങ്ങളെ നിലനിർത്തിയതിൽ സൂഫി ആശയങ്ങൾക്ക് അതിനിർണായകമായ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ആധുനിക കാലത്തെ കൊളോണിയൽ വിരുദ്ധ സമരങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് ഏറെയും സൂഫി യോദ്ധാക്കളാണ് എന്ന് കാണാം. ഉസ്മാൻ ഡാൻഫോഡിയോ, ഉമർ മുക്താർ, എത്രയോ പേരുകളുണ്ട്. സൗത്ത് ഏഷ്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരങ്ങൾ പഠിക്കാൻ സൂഫി വാരിയറിസം എന്ന ഒരു സംജ്ഞ തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സൂഫികളെ പൊളിറ്റിക്കലായ കുറെ പാവം ഫക്കീറുകളുടെ കൂട്ടമായി കാണുന്നത് സൂഫിസത്തെ മനസ്സിലാക്കാൻ ഒരു വിധത്തിലും സഹായകമല്ല എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത് സൂഫിസത്തെ പ്രത്യേകമായ ചില കള്ളികളിലേക്ക് വെട്ടിച്ചുരുക്കുന്ന പ്രവണതകളാണ്. ആധുനിക ലോകത്തിന്റെ ആത്മീയമായ ദാരിദ്ര്യത്തെ ആകർഷിക്കാൻ കെൽപ്പുള്ള ഒരു കമ്മോഡിറ്റിയായി പലപ്പോഴും അത് പ്രത്യക്ഷപ്പെടുന്നു. സൂഫിസം ഇസ്ലാമിൽ നിന്ന് വേറിട്ട എന്തോ ആണ് എന്ന ധാരണ ഇത്തരത്തിൽ പ്രബലമാണ്. ഞങ്ങൾ മുസ്ലിമല്ല എന്നാൽ സൂഫികളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു തരത്തിൽ ഹിപ്പി ഇസ്ലാം മെയിൻ സ്ട്രീം മതങ്ങളെയും ജീവിത രീതികളെയും ഉപേക്ഷിച്ചുകൊണ്ട് സംഗീതത്തിലും മയക്കുമരുന്നുകളിലും അഭയം തേടി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന 60കളിൽ രൂപം കൊണ്ട ഒരു അമേരിക്കൻ പ്രതിഭാസമാണ് ഹിപ്പിസം. സൂഫി കവികളായ റൂമിയുടെയും മറ്റും കവിതകൾ ഈ പരിപ്രേക്ഷ്യത്തിൽ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റായി പരിഭാഷപ്പെടുത്തുകയും അങ്ങനെ ആഘോഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ മെയിൻ സ്ട്രീം മതത്തെ, ഇസ്ലാമിനെ തള്ളുന്ന ഒന്നാണോ സൂഫിസം? ഈ ഒരു വാദത്തിന്റെ ദുർബലത മനസ്സിലാക്കുക വളരെ വളരെ എളുപ്പമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള സ്ഥലമാണ് സൗത്ത് ഏഷ്യ. ഇന്തോനേഷ്യ, മലേഷ്യ, സൗത്ത് തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, അതുപോലെ ആഫ്രിക്കൻ ഭൂഖണ്ഡം. ഇവിടെയെല്ലാം ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് സൂഫികളായിരുന്നു. അവർ മെയിൻ സ്ട്രീം ഇസ്ലാമിനെ തള്ളുന്ന ആളുകളായിരുന്നു എങ്കിൽ അവർ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യും എന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ എന്ന സാമാന്യ യുക്തി മാത്രം ഇവിടെ എടുത്താൽ മതി. ഇസ്ലാമിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് സൂഫിസത്തിലെ മനസ്സിലാക്കാൻ കഴിയും എന്നത് ഒരു തെറ്റായ ധാരണ മാത്രമാണ്. മൂന്നാമത്തേത്, സൂഫിസത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അക്കാദമിക് ശ്രമങ്ങളിൽ ഓറിയന്റലിസ്റ്റ് നറേറ്റീവുകളിൽ കടന്നു വരുന്ന സിംപ്ലിഫിക്കേഷനാണ്. ബൈയിങ് ബുദ്ധ സെല്ലിങ് റൂമി എന്ന പുസ്തകത്തിൽ സോഫിയ റോസ് ഇസ്ലാമിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ തെറ്റായി പ്രോട്ടസ്റ്റന്റ് തിയോളജിയുടെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഉപയോഗിക്കുകയും തെറ്റായ വിശകലനങ്ങളിൽ എത്തുകയും ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് സൂഫിസത്തെ ഒരു മിസ്റ്റിക്കൽ ബ്രാഞ്ച് ഓഫ് ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരിയായ ഓർത്തഡോക്സ് സുന്നി ഇസ്ലാമിൽ നിന്ന് വേറിട്ട മറ്റൊരു ഇസ്ലാം, ഒരു ആത്മീയ ഇസ്ലാം, ശരിയായ ഒത്തന്റിക് ഇസ്ലാം, അതിലേക്ക് ഫോറിൻ എലമെന്റ്സ് കടന്നുകൂടിയപ്പോൾ വന്നു ചേർന്ന മറ്റൊരു ഇസ്ലാം.
ഇത്തരത്തിൽ സിംപ്ലിസ്റ്റിക്കായ നിലയിൽ ഇസ്ലാമിൻ്റെ സുദീർഘമായ ചരിത്രത്തെ വിദേശീയമായ കൺസെപ്ച്വൽ കാറ്റഗറീസ് ഉപയോഗിച്ച് വായിക്കാനുള്ള ശ്രമങ്ങളെ എഡ്വേർഡ് സെയ്ദ് മുന്നോട്ട് വെച്ച ഓറിയന്റലിസ്റ്റിക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. യൂറോപ്യൻ കൊളോണിയൽ അധികാര ഘടനയുടെ നിലനിൽപ്പിനെ ഉറപ്പിക്കുന്ന മട്ടിൽ അപരനെ ക്രമപ്പെടുത്താനായി പഠിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അതീശ ജ്ഞാനരൂപമാണ് ഓറിയന്റലിസം. നെപ്പോളിയൻ ഈജിപ്ത് കീഴടക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ ഈ വരണ്ടതായ മതത്തെ പഠിക്കാൻ ശ്രമിച്ചു. ഇസ്ലാമിക ലോകത്തിലെ കല, ആർക്കിടെക്ചർ, റൂമിയുടെയും ഹാഫിസിന്റെയും പോലെയുള്ള മനോഹരമായ കാവ്യങ്ങൾ, ഇവയൊക്കെ തങ്ങളുടെ ധാരണയിലുള്ള വരണ്ട മരുഭൂമി മതം എങ്ങനെ സൃഷ്ടിക്കാനാണ് എന്നവർ അമ്പരന്നു. അങ്ങനെയാണ് വേറിട്ട വിദേശ സ്വാധീനത്തിൽ രൂപം കൊണ്ട മറ്റൊരു ഇസ്ലാമിനെ കുറിച്ച് വളരെ സിംപ്ലിസ്റ്റിക്കായ ആ സങ്കല്പങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. റിഗറസ് ആയ ഒരു പഠനത്തിനും പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം വളരെ ഷാളോവായ ഇത്തരം വിവരങ്ങൾ ഇസ്ലാമിൻ്റെയും സൂഫിസത്തിൻ്റെയും കോംപ്ലക്സ് ആയ ചരിത്രത്തെ ശരിയായ നിലയിൽ ഒരു നിലയ്ക്ക് മനസ്സിലാക്കാൻ ഇത് സഹായകമല്ല. സൂഫി മുസ്ലിം കർത്തൃത്വത്തെ, വാദങ്ങളെ പരിഗണിക്കുന്ന ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉണ്ടാവേണ്ടത്. സൂഫിസത്തെ പഠിക്കാൻ ഒരുമ്പെടുമ്പോൾ നേരിടേണ്ടി വരുന്ന 3 പ്രശ്നങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചത്. സ്റ്റീരിയോ ടൈപ്പിംഗ്, സെഗ്മെന്റേഷൻ, സിംപ്ലിഫിക്കേഷൻ. ഇതിനെ 3 മറികടന്നുകൊണ്ട് നാം വരയ്ക്കുന്ന ഒരു സൂഫിസത്തിൻ്റെ ശരിയായ ചിത്രം എങ്ങനെയിരിക്കും? അത് മറ്റൊരു എപ്പിസോഡാണ്. വീണ്ടും കാണാം.